എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയിൽ അടിപ്പാതകൾ വരുന്നു എന്നുള്ളൊരു വാർത്ത നാം അറിഞ്ഞിട്ട് കുറേ നാളുകളായി. അത് പേരാമ്പ്ര, കോട്ട ആശ്രമം ജംഗ്ഷൻ, മുരിങ്ങൂർ ജംഗ്ഷൻ, കൊരട്ടി ജംഗ്ഷൻ, ചിറങ്ങര ജംഗ്ഷൻ ഇവിടെ അടിപ്പാതകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടുന്ന MP, MLA എന്നിവർ പങ്കെടുക്കുന്ന ഒരു യോഗം ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ നടക്കുകയുണ്ടായി. ജനങ്ങൾ അവരുടെ ആശങ്കകൾ വലിയ തോതിൽ തന്നെ അറിയിച്ചു. ജനങ്ങളുടെ ആശങ്കകൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്താമെന്ന് MP അറിയിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ നടന്നതും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പറയാനുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാം. സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ സാർ ബദൽ റോഡല്ല സാറേ, അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് മുരിങ്ങൂര് തുടങ്ങി പൊങ്ങം വരെ കണ്ടിന്യൂസ് സർവീസ് റോഡ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അതെ, അത് അംഗീകരിച്ചു. പക്ഷെ ഈ ഇതുവരെ NH ഞങ്ങളോട് ചെയ്തേക്കണത് എല്ലാം ദ്രോഹ. ഇപ്പോഴും പണി പൂർത്തീകരിക്കാത്ത സാധനങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വാഗ്ദാനം കേട്ട് മാറിപ്പോണോ? ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് സർവീസ് റോഡ് പൂർത്തിയാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യുക. അതന്നെ ഞങ്ങളുടെ ആവശ്യം. മേൽപ്പാലം വേണ്ട, മേൽപ്പാലം രണ്ടാമത് മതി. ഞങ്ങൾക്ക് സർവീസ് റോഡാണ് വേണ്ടേ. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ നിർദ്ദിഷ്ട അടിപ്പാത നിർമ്മാണ സ്ഥലങ്ങൾ MP-യുടെയും MLA-യുടെയും പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ചിറങ്ങരയിലും കൊരട്ടിയിലും മുരിങ്ങൂരിലും ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ജനങ്ങളും സംഘത്തോട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. മേൽപ്പാലത്തേക്കാൾ മുൻപ് മുരിങ്ങൂർ മുതൽ ചിറങ്ങര വരെയുള്ള സർവീസ് റോഡ് നിർമ്മാണം തീർക്കണമെന്ന് ചിറങ്ങരയിലെയും കൊരട്ടിയിലെയും ജനപ്രതിനിധികളും വ്യാപാരി നേതാക്കളും ആവശ്യപ്പെട്ടു. കൊരട്ടിയിൽ മേൽപ്പാലവും മുരിങ്ങൂരിൽ ഉയർന്ന സ്പാനുകളുള്ള അടിപ്പാതയുമാണ് വേണ്ടതെന്ന് ജനപ്രതിനിധികൾ സംഘത്തോട് ആവശ്യപ്പെട്ടു. പേരാമ്പ്രയിൽ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ലെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞു. നിലവിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനെപ്പറ്റി രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികാരികളെ അറിയിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിതമായി ഇടപെടുമെന്ന് MP അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിട്ടുകൂടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം വരുമെന്നറിഞ്ഞിട്ടുകൂടി റെസ്റ്റ് ഹൗസിലെ യോഗത്തിൽ ചാലക്കുടി നഗരസഭയെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുത്തിരുന്നില്ല. സുന്ദരിക്കവലയിലെ സർവീസ് റോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ടീം ഇതുവരെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും അവരെ മാറ്റി പുതിയ ടീമിനെ വെക്കണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. വന്ന് ഒഴുകി വരുന്നത് പെരുമ്പിലേക്കാണ്. ഈ പെരുമ്പിൽ ഇപ്പൊ തന്നെ വലിയ വെള്ളക്കെട്ടാണ് നടക്കുന്നത്. അതായത് വണ്ടികൾ എല്ലാ ദിവസവും അറിയാം. ഒരു കാര്യം നടന്നിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക 15 വർഷം മുമ്പ് പറഞ്ഞപ്പോ ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്ത കാര്യം ഉണ്ടായിരുന്നില്ല. 15 വർഷം മുമ്പ് ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തം നമ്മളാരുമല്ല, ഇവിടെ ആരുമല്ല, നമ്മളാരും ജനപ്രതിയുമല്ല. ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അടിപ്പാതയെ കുറിച്ചുള്ള ചർച്ചയാണ്. അടിപ്പാതയെ കുറിച്ചിട്ടുള്ള ചർച്ചയുടെ കാര്യത്തിൽ നമുക്ക് ഇവിടെ അഭിപ്രായങ്ങൾ കേട്ടു. ഈ അഭിപ്രായങ്ങൾ കേട്ടത് സൈഡ് റോഡ് വേണം, മറ്റേ ഡ്രൈനേജ് വേണം, അതുപോലെ തന്നെ സ്പാൻ കൂട്ടണം എന്നീ 3 അഭിപ്രായത്തോട് ഞങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ ശ്രമങ്ങൾ നമ്മൾ നടത്തും. ഒറ്റ കാര്യത്തിൽ താങ്കൾ ഇവിടെ പറഞ്ഞത് നിർത്തിവെക്കണം എന്ന് തീരുമാനിക്കാൻ ഈ ബോഡിക്ക് അധികാരമില്ല. നിർത്തിവെക്കണം എന്നൊരു അഭിപ്രായം മുകളിലേക്ക് അറിയിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ചെയ്ത ഒരു എഞ്ചിനീയർ അല്ലേ, ഇതിനൊരു സൈഡ് റോഡ് ഇല്ല എന്ന് പറയുന്നത് എത്ര പരാതി പൊങ്ങ മുതൽ ചങ്ങല കിടക്കുന്നത്. ആ പ്രൊജക്ട് റിപ്പോർട്ട് കഴിഞ്ഞപ്പോ ഈ ഹൈവേ അതോറിറ്റി എന്തുകൊണ്ട് അത് ഗവനിച്ചില്ല? ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചില്ല. ഇവരുടെ പണി വളരെ മോശമാണ്. ഇവരുടെ പണി ഇവർ ചെയ്യുന്നത് ചങ്ങല വർക്ക് കറക്റ്റല്ല. ഇവർ ഈ സൈഡ് റോഡ് ഉള്ള സ്ഥലം നിൽക്കണം. അത് നേരെ വളവൻ നെല്ലൂരിപ്പോ വർക്ക് ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നെല്ലൂർ മുന്നൂറ് ഭാഗത്ത് പറയാറുള്ളത്. കുടിവെള്ളം നിരന്തരമായിട്ട് പൈപ്പ് പൊട്ടിച്ച് വർക്കിന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് പൈപ്പ് പൊട്ടിച്ച് കുടിവെള്ളം ദിവസങ്ങളോളം മുടങ്ങുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. ആ പൊട്ടിക്കുന്ന പൈപ്പ് ആ സമയങ്ങളിൽ തന്നെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് 15-20 ദിവസം അവിടെ കുടിവെള്ളം ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടാണ്. ആ കുടിവെള്ളത്തിന് വേറെ മാർഗമില്ലാത്ത പ്രദേശമാണ്. അത് നമ്മൾ കാണണം. അതുപോലെ തന്നെ നമ്മൾ PD-യിൽ പ്രൊഫഷണലും എഞ്ചിനീയറൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ വന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ച വരാമെന്ന് പറഞ്ഞാണ് PD-കളൊക്കെ. പക്ഷെ അതിനുശേഷം ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഓരോ പഞ്ചായത്തിനും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ മീറ്റിംഗ് ഏറ്റവും പെട്ടെന്ന് ഇപ്പൊ 4.5 മീറ്റർ റേറ്റാണ് അവിടെ പറയുന്ന പാറ
പറയുന്ന അടിപ്പാതയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള കയറ്റ് അതിന് 5 മീറ്റർ കയറ്റിലേക്കെങ്കിലും മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കണം. സംസാരിച്ചോ പറഞ്ഞല്ലോ, ഇതിലെ എതിർപ്പുകൾ ഉണ്ടെന്നുള്ളത് മിനിസ്ട്രിയിൽ അറിയിക്കാൻ പറ്റും. നമ്മളാരും വർക്കിന് തടസ്സപ്പെടുത്തുന്ന ആളുകളല്ല. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ചർച്ചയ്ക്ക് ഡേറ്റ് ഇട്ട് പോകാൻ ഈ യോഗത്തിന് കഴിയും. MLA MP പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ അതിന് ഗ്രാമപഞ്ചായത്ത് ഡിസ്കഷൻ ഡേറ്റ് ഇട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഈ വർക്കിന് ഞങ്ങൾ ആരും തടസ്സമല്ല. ഞാൻ എന്റെ പഞ്ചായത്തിന്റെ കാര്യം പറയണേ, ഞാനതിനെ തടസ്സമല്ല. ഞാൻ പറയുന്നത് എന്റെ പഞ്ചായത്തിലെ ഏറ്റവും അടിയന്തിരമായിട്ട് യോഗം വിളിച്ച് അവിടെ പറയുന്ന ജനങ്ങൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് MP MLA എന്നുള്ള രീതിയിൽ മിനിസ്ട്രിയിൽ അറിയിക്കണം. ജനപ്രതികളായ നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നാഷണൽ ഹൈവേ നമ്മുടെ ആരുടെ കീഴിലല്ല, നാഷണൽ ഹൈവേ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഈ 11 ലൊക്കേഷനിലും ഫുൾ സ്ട്രെച്ചിൽ സർവീസ് റോഡും ഫുൾ സ്ട്രെച്ചിൽ നമ്മൾ ഡ്രെയിനും ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ 11 ലൊക്കേഷനിലായിട്ട് 28 ക്ലോസ് കൾവെർട്ട് നമ്മൾ കൾവെർട്ടുകളും ഇതിൻ്റെ ഭാഗമായിട്ട് പുനർനിർമ്മിക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മളിപ്പം നിലവിലുള്ള റോഡുകൾ നമുക്കറിയാം വാഹന ഗതാഗത റോഡാണ്. അപ്പം അത് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടിയുള്ള സർവീസ് റോഡുകൾ നമ്മൾ ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് നമ്മളൊരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളത് ഇനി PD MLA സാറിനെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നിന്ന് മീറ്റിംഗ് കൊടുക്കും. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് MPD-കാർക്കും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ട്രാഫിക് ഡൈവേർഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ചെയ്താൽ മാത്രമേ ചെയ്യാവുള്ളൂ. വളരെ അപകടകരമായ രീതിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് അത് വളരെ ഗംഭീരമില്ലാത്തൊരു അവസ്ഥയിൽ ഒഴിവാക്കാൻ ഞാൻ പറയുന്നത് ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു കമ്പനിക്ക് കൊടുക്കുക. ഇതാണ് ഈ നാട് നശിച്ചു പോകുള്ള കാര്യം പറയുന്നത്. ഒരു ആത്മാർത്ഥം അല്ലെങ്കിൽ വീഡിയോടാണ് റിക്വസ്റ്റ്. നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഈ റോഡുകൾ പണിയുമ്പോൾ കറക്റ്റായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കണം. കാരണം നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം കുഴികൾ കുത്തും. നിങ്ങൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻഡിക്കേഷൻ കൊടുക്കുന്നില്ല. നാടുകളിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെല്ലാം നടന്നു പോകുന്ന വഴിയില്ല, ബൈക്കുകൾ വാഹനങ്ങൾ ഒക്കെ ചെന്ന് ചാടുന്ന അവസ്ഥയിൽ വരും. മരണം ഒഴിവാക്കുക. റോഡ് നേരത്തെ അംഗീകരിച്ച ഒരു റോഡാണ് സർവീസ്. ഇതുവരെ ഇവർ ചെയ്തിട്ടില്ല. ഒന്നല്ലെങ്കിൽ അവർ ഒഴിവാക്കി പുതിയ കരാറുകൾ കോട്ട സുന്ദരിക്കാർ ഒഴിവാക്കി. ടോൾ കമ്പനികളെ ചെയ്യാൻ കുറെ നാളായിട്ട് അവരോട് പറഞ്ഞാൽ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നില്ലെങ്കിൽ അവരൊഴിവാക്കി പുതിയ കരാറുകൾ അടിയന്തരമായിട്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് പ്രസക്തമായ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫ്രം മുലിങ്ങൂർ ടു നമ്മുടെ ചെറുകര വരെ സർവീസ് റോഡ് വേണം. പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞങ്ങളോട് നിർദ്ദേശം കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് അവരുടെ കയ്യിൽ ഈ 4 പ്രോജക്ട് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 പ്രോജക്ട് സൈറ്റാണ്. ആ പ്രോജക്ട് സൈറ്റിന്റെ ഡിസൈൻ അവരുള്ളൂ. അവരോട് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യണം, ആ പ്രോജക്ട് സൈറ്റിന്റെ പണി തുടങ്ങുമ്പോൾ തന്നെ സമാന്തരമായി ഈ പറയുന്ന സർവീസ് റോഡിന്റെ പണി കൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുക്കണം. അപ്പൊ മറ്റുള്ള സ്ഥലത്തും കൊടകര കോട്ട സർവീസ് റോഡ് അനുവദിച്ചു എന്ന് പറയുന്നു. മറ്റുള്ള ഈ മുരിങ്ങൂരും അതുപോലെ തന്നെ കൊലട്ടി പ്രദേശത്തെയും സർവീസ് റോഡ് നമ്മൾ തീരുമാനം അതാണ്. സർവീസ് റോഡ് കൂടി വേണം. ആ സർവീസ് റോഡ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ ആ ഡിപ്പാർട്ട്മെന്റ് അത് സത്വ നടപടികൾ സ്വീകരിച്ച് അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്താൽ അതിന്റെ സാങ്ഷൻ വാങ്ങുന്ന കാര്യത്തിൽ നമുക്കൊക്കെ കൂടി പരിശോധിക്കാം. 2, അവിടുത്തെ ടൈലേജിന്റെ പ്രശ്നത്തിനും ഇതിനോട് ഇത് പണിയുന്നതോടനുബന്ധിച്ചിട്ടുള്ള പരിഹാരം വേണം. ആ പരിഹാരം നമ്മൾ ആരും ഇതിലല്ല, ഞങ്ങളോ നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യണം. 3-ാമത്തെ കാര്യമാണ് ചില സ്പാൻ കൂട്ടുന്ന കാര്യത്തിൽ ഇവർക്ക് മുമ്പ് തീരുമാനമെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സ്പാൻ കൂട്ടുന്ന കാര്യത്തിൽ നമുക്ക് ആവശ്യപ്പെടാം. ഈ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടി യോഗത്തിന്റെ തീരുമാനം മുലിങ്ങൂര് ഒരു സ്പാനും കൂടി കൂട്ടുന്ന ആരോട് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടും. അല്ലാണ്ട് അത് മനസ്സിൽ പീഡിക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു കാര്യമല്ലാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടാം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, സർവീസ് റോഡ് പണി തുടങ്ങിയതിന് ശേഷമേ പിന്നെ മറ്റൊരു കാര്യം ഇതിന്റെ ട്രാഫിക്കുമായിട്ടുള്ള ബന്ധം നേരത്തെ സൂചിപ്പിച്ച് ശരിയാണ്. പരട്ടിപ്പള്ളി പെരുന്നാളിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഒരു ക്രമീകരണം ഉണ്ടാക്കിയെങ്കിൽ പല അപകടം ഉണ്ടാകും. ട്രാഫിക്കിന്റെ നിയന്ത്രണം എങ്ങനെയാണ് തീരുമാനിക്കാതെ അത് അതോറിറ്റിയല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളിവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് വരാൻ പറ്റുള്ളൂ. അതിന്
ചെയ്യേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിലായിട്ട് കത്ത് കൊടുക്കണം ഒരു ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടി. ആ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് വേണം, മറ്റേ വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആൾ വേണം, ഇവിടുത്തെ അഡ്വൈസറി കമ്മിറ്റി വേണം, പഞ്ചായത്ത് പ്രസിഡന്റുമാർ വേണം, ജനപ്രതിനിധികൾ വേണം, എല്ലാവരും വേണം. നമുക്കിന്ന് ആരംഭിക്കും ഉദ്യോഗസ്ഥന്മാരെ വിട്ട് ആരംഭിച്ചിട്ട് എങ്ങനെ ജനപ്രതിനിധികളും നിങ്ങൾ നാട്ടിലെ അസോസിയേഷൻ നിൽക്കുന്ന ആളുമായിട്ട് ആരംഭിച്ചിട്ട് എങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിന്റെ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുക. അതിപ്പോ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്ന അങ്ങനെയാണ്. ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ സ്പീഡിൽ പോയാലൊക്കെ അത് UDF LDF ഏത് സർക്കാരും BJP ഏത് സർക്കാരും ഞങ്ങൾ ജനങ്ങളുടെ ഒക്കെ കാശ് താഴ്ത്തിയ ഇവര് ചെയ്യേണ്ട സർക്കാരുകൾ ചെയ്യുന്ന ഒരു പണിയും ചെയ്തിട്ടില്ല. ആദ്യം ചെയ്തത് മേൽപ്പാലം കോപ്പൊന്നല്ല, ആദ്യം ഇപ്പൊ ചെയ്ത നാഷണൽ ഹൈവേ ഒന്ന് വൃത്തിയായിട്ട് 5 കൊല്ലം കൂടുമ്പോ പുതിയതായിട്ട് ഫുള്ള് നീട്ടാതെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് വിശ്വാസമില്ല എന്ന് പറഞ്ഞത്. 10 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ 6 ഉദ്യോഗസ്ഥരൊന്ന് ചർച്ച നടത്തിയതാ. ആലുവ MLA, അങ്കമാലി MLA, ചാലക്കുടി MLA, MP എല്ലാവരും കൂടി ഇതേ സ്ഥലത്ത് ചർച്ച ചെയ്ത അന്ന് പറഞ്ഞ കാര്യം 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇതുവരെ നിങ്ങൾ നടത്തിയിട്ടില്ല. അല്ലാതെ നിങ്ങളോട് ദേശീയമായിട്ടല്ല, അന്നത്തെ ആരും ഇന്ന് കാണുന്നില്ല, പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം റോഡുകൾ 2 വീലർക്കാർക്ക് കൊടകരയിൽ വർക്ക് ആരംഭിക്കുന്നത് നാഷണൽ ഹൈവേ നമ്മളെ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ വർക്ക് വലിയ കാനകൾ കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരാമ്പ്രയിൽ നിന്ന് ആ പ്രദേശത്ത് കൊടകരയിലേക്ക് ജംഗ്ഷനിൽ വരാനുള്ള മെയിൻ ആയിട്ടുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ കുഴിയെടുത്തിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് നടക്കാനോ ടൂ വീലറിൽ വരുന്ന ആളുകൾക്ക് വരെ അതിലെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. പിന്നെ പേരാമ്പ്ര ഹൈവേ കൂടെ കട്ട് ചെയ്ത് വരുന്നത് ഏറെ അപകടമാണ്. സ്കൂൾ കുട്ടികൾ നിരവധിയായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കുന്ന 2 പാതകൾ കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. അതൊരു ഇൻഫർമേഷനും വെച്ചില്ല. പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വേറെ റൂട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിനോട് എന്തെങ്കിലും അതിനൊരു ഇൻഫർമേഷൻ തരുമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് രാത്രിയൊക്കെ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ആ കുഴിയിൽ വീണ് എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രോജക്റ്റ് എന്താണെന്ന് പ്രാദേശികമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളെ ഇത് ബോധ്യപ്പെടുത്തുകയും ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് വേണം ഈ വർക്ക് ആരംഭിക്കാൻ. ഞങ്ങൾ വർക്കിന് തടസ്സമല്ല, വർക്കിനെ സുഖമായി നടത്താനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു. പക്ഷേ ജനങ്ങളോട് കൺവിൻസ് ആയിട്ട് ഉത്തരവാദിത്തം അത് ചെയ്യണം. ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അനുസരിച്ച് ഒരു ബോക്സ് കൾവേർട്ടാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ ലൈറ്റ് വെഹിക്കിൾസിന് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 4.5 മീറ്റർ പൊക്കത്തിൽ 12 മീറ്റർ വീതിയിലുള്ള ഒരു പാലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ പോൾസൺ ഡിസ്റ്റിലറി, അതുപോലെ തന്നെ നമുക്ക് അവിടെ കാൾസിൻ്റെ ഒരു ബ്ലൂവറിക്ക് ഉണ്ട്, അവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകാനോ നമ്മുടെ വലിയ വാഹനങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വളഞ്ഞ് പോരാനോ കഴിയുന്ന ഒരു റേഡിയസ് അവിടെ ഒരു ടേൺ റേഡിയസ് ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ വാഹനങ്ങളും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ മലയോര ദേശീയപാതയുടെ കൂടി പണി തീരുന്നതോടെ വിനോദസഞ്ചാര മേഖലയിലും അതുപോലെ തന്നെ ചുള്ളിയിൽ വരുന്ന വ്യവസായ പാർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ വലിയ വികസനം വരുന്ന സമയത്ത് നമ്മുടെ റോഡ് പ്രധാനപ്പെട്ട ഒരു റോഡായിട്ട് മാറും. അപ്പോൾ ഭാവിയിൽ നമ്മുടെ പ്രദേശത്ത് വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൂടി ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഒരു സ്പാനുള്ളൊരു പാലം വേണമെന്ന് തന്നെയാണ് മേലൂർ നിവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഒരു പാലത്തിൻ്റെ ഡിസൈൻ ചെറുതായി മാറ്റിയെന്ന് പറയുന്നു, എന്നാലും വലിയ വാഹനങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നമ്മൾ പല പ്രാവശ്യം PDA കണ്ടും മെയിൽ ചെയ്യുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജനകീയ പ്രതിരോധം എന്ന നിലയ്ക്ക് തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കിപ്പോൾ ഡിവൈനിലുള്ള ഒരു പാലത്തിൻ്റെ അടുത്ത് വലിയ വെള്ളക്കെട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെള്ളക്കെട്ട് നമ്മുടെ സിഗ്നൽ ജംഗ്ഷനിലേക്ക് കൂടി വരാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയ്ക്കാണ്. ഔട്ട്ലെറ്റ് ഇല്ലാത്തിടത്തേക്കാണ് കാനകൾ പണിത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ പുതിയതായി വെള്ളക്കെട്ട് രൂപപ്പെടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാനുള്ളത്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസ് റോഡുകളും ഔട്ട്ലെറ്റുകളോട് കൂടിയ ഓടകളും ഒപ്പം തന്നെ സ്പാനിട്ടൊരു പാലവും വേണമെന്നാണ് നമുക്ക് മേലൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മുഴുവൻ നിവാസികൾക്കും വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത്, നിലവിൽ കൊരട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം അനന്തമായ വികസനത്തിന് സാധ്യതയായ സ്ഥലം കൊരട്ടിയിലുണ്ട്. ഒന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസ്, തൊട്ടപ്പുറത്ത് മധുര കോച്ച്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിൽ 140 ഏക്കർ വരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇതിന് ഇപ്പോൾ നമുക്ക് നിലവിൽ ത്രൂ ഔട്ട് സർവീസ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വലിയ വികസനത്തിന് പ്രവേശനമില്ലാത്തൊരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു നിർമ്മാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപ്പാത നിർമ്മാണത്തിന് മാത്രം ആവശ്യമായ സർവീസ് റോഡും അതോടൊപ്പം തന്നെ ഡ്രെയിനേജും അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് പണി പൂർത്തീകരിക്കുന്നതെങ്കിൽ കൊരട്ടിയും അതോടൊപ്പം തന്നെ മേലൂരും ഈ 3 മേൽപ്പാലത്തിൻ്റെയും വരുന്ന ഭാഗങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ച് യാത്ര ചെയ്യാൻ വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാം നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ അടക്കം പൈപ്പുകളൊക്കെ പോയിട്ടുണ്ട്. ആ പൈപ്പ് പൊട്ടുമ്പോൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഹൈവേയുടെ പടിഞ്ഞാറ് വശത്തേക്ക് ഏകദേശം 2 ആഴ്ചയിലും 3 ആഴ്ചയിലും അധികം വെള്ളം കിട്ടാത്ത നിലവിൽ സാഹചര്യമുണ്ട്. അപ്പോൾ കൊരട്ടിയെ സംബന്ധിച്ച് പ്രധാന ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട്, അതായത് മുരുങ്ങൂര് മുതൽ നമ്മുടെ ചിറങ്ങര വരെ സർവീസ് റോഡ് അനിവാര്യമാണ്. സർവീസ് റോഡ് മാത്രമല്ല അതോടൊപ്പം തന്നെ ഡ്രെയിനേജ്.
ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് കൊരട്ടിക്കാർ അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മളെ ഭാവിയെ കണ്ട് ആയിട്ടായിരിക്കും വികസന പ്രവർത്തനം കൊണ്ടുവരേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നാഷണൽ ഹൈവേ ഇരുവശത്തുള്ള പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനനുസൃതമായ രീതിയിൽ പ്രവർത്തനം, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൊരട്ടിയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ടീമിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? അവരുടെ നിലവിൽ നമുക്ക് അശാസ്ത്രീയമായ രീതിയിലാണ് ആ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലും നിശ്ചയിക്കപ്പെട്ട ആ സർവീസ് റോഡിൻ്റെ വീതി ഇല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ എവിടെയാണോ അതിന് തടസ്സം വരുന്നത് അവിടെ റോഡിൻ്റെ വീതി കുറയ്ക്കുന്നൊരു സാഹചര്യം നിലവിൽ കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വലിയൊരു അനുഭവം കൊരട്ടിയിലുണ്ട്. കാരണം കാലങ്ങളായിട്ടുള്ള കൊരട്ടി ജംഗ്ഷനിലെ വെള്ളക്കെട്ട്. അപ്പോൾ ഒരു വർഷം മുൻപ് അതിനാവശ്യമായ ഡ്രെയിനേജിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. പക്ഷേ ആ ഡ്രെയിനേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ കൊരട്ടിയിൽ നിന്നും വെള്ളം പ്രവേശിക്കുന്ന ആ ഡ്രെയിനേജിനേക്കാളും ഉയർന്ന രീതിയിൽ മറ്റ് തുടർന്നുള്ള ഡ്രെയിനേജിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊരു വലിയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അശാസ്ത്രീയമായ രീതിയിലാണ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2008 മുതൽ നിയമയുദ്ധം നടത്തുന്നതാണ് നമ്മൾ. 2008 അന്ന് പറഞ്ഞത് മേലൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞ് കൊരട്ടി യൂട്ടേൺ അടിച്ച് ചാലക്കുടിക്ക് പോകുന്നതാണ്. അങ്കമാലി ദിശയിൽ വരുന്ന വാഹനങ്ങൾ ചാലക്കുടിയിൽ പോയി യൂട്ടേൺ അടിച്ചിട്ട് മേലൂരിലേക്ക് കറങ്ങി വരുന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ തുടക്കം കുറിച്ച് നിരവധി കാലത്ത് നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു സിഗ്നൽ സിസ്റ്റം നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ പുതിയ പ്രപ്പോസൽ അനുസരിച്ച് അവിടെ സിഗ്നലില്ല, പകരം ചെറിയൊരു അണ്ടർപാസ്സാണ്. ആ അണ്ടർപാസിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിസന്ധിയാണ് മേലൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ചും നിലവിലുള്ള ഗതാഗത സംവിധാനത്തെ സംബന്ധിച്ചും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ നിയമപരമായ പോരാട്ടവും ഒപ്പം ജനകീയമായി എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇപ്പോൾ പോകുന്ന തരത്തിലുള്ള വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള മേൽപ്പാലം ആണ് നിർമ്മിക്കേണ്ടത്. കൊരട്ടിയിലെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് മർച്ചൻ്റ് അസോസിയേഷൻ ഒരുപാട് ആശങ്കകളുണ്ട്. ആശങ്ക എന്ന് വെച്ചാൽ ഞങ്ങൾ അസോസിയേഷനിലെ അംഗങ്ങളുടെ മാത്രമല്ല, കൊരട്ടിയിലെ ഒരു ജനകീയ വിഷയമാണ്. അതായത് സർവീസ് റോഡ് പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പാടില്ല. കാരണം ബദൽ സംവിധാനം ഒരുക്കാതെ ഇപ്പോൾ തന്നെ ജംഗ്ഷൻ വൈകുന്നേരങ്ങളിൽ വലിയ ബ്ലോക്കാണ്. അതായത് കറുവറ്റി മുതൽ ചാലക്കുടി വരെ പ്രദേശങ്ങളിൽ ബ്ലോക്കാണ്. അത് സർവീസ് റോഡിൻ്റെ ചെറിയ ഒരു കാനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഇനി NH ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇനി നിർമ്മാണം നടത്തുന്നതെങ്കിൽ അങ്കമാലി മുതൽ ചാലക്കുടി വരെ ഒരു കാരണവശാലും ഒറ്റ വണ്ടിക്കാർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് സുഗമമായ ഗതാഗതത്തിന് വേണ്ടിയിട്ട് സർവീസ് റോഡ് ഈ 6.2 മീറ്ററിൽ വീതിയോടുകൂടി നല്ല രീതിയിൽ സർവീസ് റോഡ് പണി പൂർത്തീകരിച്ചതിന് ശേഷം മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിക്കാൻ പാടുള്ളൂ. അതാണ് കൊരട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യം. അതിന് അസോസിയേഷൻ മുൻകൈ എടുക്കും. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി ഇതിന് ഒരു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ടി വന്നാൽ അത് ഇറങ്ങാനും മർച്ചൻ്റ് അസോസിയേഷൻ മടിക്കില്ല. ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ അത് കാനയുടെ പണി തുടങ്ങിയിട്ടുള്ളൂ. അതിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പണി വരുമ്പോഴാണ് അവരെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. നല്ല രീതിയിൽ ഇവർ ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. എന്തായാലും നോക്കിയിരുന്ന് കാണാം നമുക്ക്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനെ പറ്റി വലിയ ആക്ഷേപങ്ങളാണ് യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് MP-യുടെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരംഭത്തിൽ ചെയ്തു തീർക്കേണ്ട യാതൊരുവിധ മുന്നറിയിപ്പുകളും ഈ നിർമ്മാണ ടീം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പല ജംഗ്ഷനുകളും കൊലക്കളമാവുകയാണ്. പല സ്ഥലങ്ങളിലും ഡ്രെയിനേജുകളിൽ വലിയ അപാകതകൾ, പല ഡ്രെയിനേജുകളും മൂടപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ ആശങ്കകളാണ് ഉന്നയിച്ചത്. ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രൊജക്ട് ഡയറക്ടർ DPR ഉൾപ്പെടെയുള്ള സംഗതികൾ മാധ്യമങ്ങളെയോ ജനപ്രതിനിധികളെയോ കാണിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ ഇടപെടലും ചെയ്തിട്ടില്ല. യോഗത്തിൽ പങ്കെടുത്തവർ അടിക്കടി ഉന്നയിച്ചുകൊണ്ടിരുന്ന സംഭവം, നിങ്ങൾ ഈ പ്രൊജക്റ്റ് വയ്ക്കൂ, പ്രൊജക്റ്റിൻ്റെ DPR വയ്ക്കൂ എന്നാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഇടപെടലുകളും നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് യോഗത്തിലുണ്ടായത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യോഗത്തിൽ നടക്കേണ്ട അത്യാവശ്യ സംഭവങ്ങൾ പോലും നടക്കാതെ കേവലം ഒരു പ്രഹസനം എന്ന നിലയ്ക്കുള്ള യോഗമായിട്ടൊന്ന് മാറി. MP എല്ലാ ആശങ്കകളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ അധികാരികളെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റികളെയും മുന്നിൽ അറിയിക്കാം എന്നുള്ള ഒരു സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.